മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ബിഷ്ണുപൂരിൽ ജനക്കൂട്ടം 2 ട്രക്കുകൾക്ക് തീയിട്ടു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. നിതിൻ അംബുജൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഇടയ്ക്കിടെ ഇങ്ങനെ സംഘർഷം ഉണ്ടാകുന്നുണ്ടല്ലോ മണിപ്പൂരിൽ. നിതിൻ, ഉന്മേഷ്, കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി മണിപ്പൂരിൽ ഇപ്പോഴും സംഘർഷം തുടരുന്നത്. ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ബിഷ്ണുപൂരിലുണ്ടായ ഈ സംഘർഷം. നമുക്കറിയാം, കഴിഞ്ഞ വർഷം മെയ്യിലാണ് സംഘർഷം അവിടെ പൊട്ടിപ്പുറപ്പെട്ടത്. പിന്നീട് അത് വലിയ കലാപമായി. ഇപ്പോഴും അതിന്റെ പലയിടങ്ങളിലും അതിന്റെ സംഘർഷം പല ദിവസങ്ങളായി തുടരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടി തന്നെ ചുരാചൻപൂരിലേക്ക് പോകാതിരുന്ന 4 ട്രക്കുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ജനക്കൂട്ടം ആക്രമണത്തിന് നടത്തിയത്. ഇതിൽ 2 ട്രക്കുകൾക്ക് തീയിട്ടു. ഒരു ട്രക്ക് പൂർണ്ണമായും നശിച്ചു, മറ്റൊന്ന് ഭാഗികമായാണ് നശിച്ചത്. എന്തായാലും ചുരാചൻപൂരിലെ ഒരു പാലവുമായി ബന്ധപ്പെട്ട് അവിടത്തേക്കുള്ള യന്ത്രസാമഗ്രികളാണ്, നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്ന ട്രക്കിന് നേരെയാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. ബിഷ്ണുപൂരിലെ നിർത്തിയിരുന്ന ട്രക്കുകൾ അതിലെ ഡ്രൈവർമാരെ ഈ നാട്ടുകാർ ചോദ്യം ചെയ്തു. അതിനുശേഷം ഇത് ചുരാചൻപൂരിലേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് ഇത്തരമൊരു സംഘർഷം. എന്തായാലും ചുരാചൻപൂരിലും അതോടൊപ്പം തന്നെ ബിഷ്ണുപൂരിലും 2 വിഭാഗങ്ങൾ താമസിക്കുന്ന മേഖലയാണ്. ഇപ്പോഴും അതിന്റെ സംഘർഷം അവിടെ തുടരുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടിയാണത്. ഇതിനു പിന്നാലെ പോലീസും അതോടൊപ്പം തന്നെ കേന്ദ്ര സേനയും അവിടെ എത്തി. അതിനുശേഷം ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകമടക്കം പ്രയോഗിക്കുകയായിരുന്നു. ഏതാണ്ട് ഏറെ മണിക്കൂർ നേരം പോലീസും ജനക്കൂട്ടവും തമ്മിൽ സംഘർഷം അവിടെ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പിന്നീട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ബിഷ്ണുപൂരിലെ ഈ മേഖലയിലടക്കം വിന്യസിച്ചിരിക്കുകയാണ്. ചുരാചൻപൂരിൽ സമാനമായി തന്നെ സുരക്ഷ അടക്കം വിന്യസിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ശക്തമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ഇപ്പോഴും പലയിടങ്ങളിൽ സംഘർഷം തുടരുന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ബിഷ്ണുപൂരിലെ ഈ ജനക്കൂട്ടത്തിന് നേരെയുണ്ടായ ഈ ആക്രമണവും അതോടൊപ്പം തന്നെ പോലീസിന്റെ ഈ കണ്ണീർ വാതക പ്രയോഗവും. നിതിൻ അംബുജൻ, ഡൽഹിയിൽ നിന്ന്.